ഇവിടെ ഈ സംസാരം മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കുമ്പം ഇപ്പം ബോബ് മാർലി, ഞാൻ തന്നെ അഡീഷണൽ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ഈ സിനിമ കാണേണ്ടി വന്നു. ബോബ് മാർലി എല്ലാവരും പറയുന്ന ഒരു വികാരമാണ്. ഒരു വളരെ യങ് വയസ്സിൽ തന്നെ ഈ ലോകം കീഴടക്കിയ ഒരു റെവല്യൂഷണറി സിംഗർ എന്ന് തന്നെ പറയാം. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ റെഗെ, എസ്പെഷ്യലി റെഗെ, അദ്ദേഹം ഒരു വെസ്റ്റ് ഇൻഡീസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ കൂളായിട്ടുള്ള ആൾക്കാരെന്ന കാര്യമാണ് പറയുന്നത്. അതായത് സംസാര രീതിയായിരുന്നാലും അയാൾ വരുന്ന സ്ഥലം ജമൈക്ക, എസ്പെഷ്യലി ജമൈക്ക, ഈ ട്രിനിഡാഡ് ടൊബാഗോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ, അവിടെ നിന്നൊക്കെ വരുന്ന എസ്പെഷ്യലി വെസ്റ്റ് ഇൻഡീസ് നിന്ന് വരുന്ന ആൾക്കാർ വളരെ സംസാരിക്കുന്ന രീതിയും അവരുടെ ചലനത്തിൽ തന്നെ മ്യൂസിക് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വളരെ ഒരു ഇമ്പീരിയലിസ്റ്റിക് ഒരു സമയത്തു നിന്ന് ആ ഒരു റെവല്യൂഷണറി ഇതിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ബോബ് മാർലി ആ സമയത്ത് അമേരിക്കാസിൽ മാത്രമല്ല യൂറോപ്പിലും ഈവൻ അതർ കൺട്രീസിലും വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ അയാളിനെ കുറിച്ചൊരു ഒരു ചെറിയൊരു ബയോഗ്രഫി, അയാൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അയാളുടെ ജീവിതം ഒന്ന് എൻഡ് ചെയ്ത്. ഹി ഡൈഡ് അറ്റ് എ വെരി യങ് ഏജ് ബിക്കോസ് ഓഫ് ക്യാൻസർ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. അയാളുടെ സോങ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, അയാളുടെ പേഴ്സണൽ ലൈഫും അയാളുടെ മൈൻഡ് സെറ്റ്, അയാളുടെ ഐഡിയോളജിയെ കുറിച്ചായിരുന്നു ഈ സിനിമ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ്സ് മോർ ഓഫ് ഒരു എന്താ പറയുക, വളരെ ഒരു ലിബറേറ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ ആൻഡ് വളരെ ഒരു എവർ ലാസ്റ്റിംഗ് മ്യൂസിക് വിട്ടിട്ട് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളിനെ കുറിച്ചൊരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച ആക്ടർ ഡൺ ദ റോൾ റിയലി വെൽ. എനിക്ക് ആക്ടറിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ബട്ട് അയാൾ ആ ക്യാരക്ടറിലൊക്കെ ചില പറയില്ലേ, ക്യാരക്ടറിൽ അങ്ങ് കയറി അങ്ങ് ഇമേഴ്സ് ചെയ്ത് അങ്ങ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. ഹെയർ സ്റ്റൈൽ തൊട്ട് ബോഡി ലാംഗ്വേജ് വരെ ഇറ്റ്സ് ലൈക്ക് ഹി ഹസ് ഡൺ എ വെരി ഗുഡ് ജോബ് വിത്ത് ദ മൂവി. കൊള്ളാം. മ്യൂസിക് എൻതൂസിയാസം ബോബ് മാർലി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കിനെയും ശരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. വളരെ നീഷായിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നല്ലൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് ഞാൻ തന്നെ അഡീഷണൽ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ഈ സിനിമ കാണേണ്ടി വന്നു. എനിക്ക് തോന്നുന്നൊരു ഒരു വീക്ക് ഡേയുടെ അന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കൂടുതലും എനിക്ക് തോന്നുന്നൊരു മോളിലൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ ഫുട്ഫോൾസ് കിട്ടുമായിരിക്കും. ഇവിടെ ഈ സംസാരം മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കുമ്പം ഇപ്പം ബോബ് മാർലി അദ്ദേഹത്തിൻ്റെ പോലത്തെ തൊപ്പിയിടാനും മറ്റേ മങ്കി ക്യാപ്പും സ്കാർഫൊക്കെ ഇട്ട് നടക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ വന്ന് കണ്ട് അതിനെ ഹിറ്റാക്കണമെന്ന് പറയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിൽ സിനിമ വരുമ്പം നോർമലി ടേക്കേഴ്സൊക്കെ വളരെ ഇതാണ്. നമ്മൾ കാണുമല്ലോ, ചെഗ്വേരയുടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും നടക്കാൻ പറ്റും. പക്ഷേ ചെഗ്വേരയുടെ മേ ബി ഒരു വളരെ നീഷായിട്ടുള്ളൊരു സിനിമ ഒക്കെ ഇറങ്ങുമ്പം ആരും വരത്തൊന്നുമില്ല. സോ ബട്ട് എന്നാലും ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളൊരു സിനിമ തന്നെയാണ്. ഈവൻ നോർമൽ എന്തൂസിയാസ് പോലും കണ്ടില്ല. ഐ ഡോണ്ട് നോ വൈ. മേ ബി വീക്കെൻഡ് ആകുമ്പോൾ ചിലപ്പം കൂടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഒരു കൂടുതലും മോളിലൊക്കെ പോകുമ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ തന്നെ അഡീഷണൽ ടിക്കറ്റ്സ് എടുത്ത് കാണേണ്ടി വന്നു. വാസ് വർത്ത് ഇറ്റ്.